ഈ കാക്കിടുപ്പും തൊപ്പിയും എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ലൈസൻസ് ആണെന്ന് കരുതുന്നവരുണ്ട്. എന്നാ അങ്ങനെയല്ല. എന്ത് തോന്നിവാസവും കാണിക്കാൻ മനുഷ്യന്മാർ ഒരുമിടുമ്പോ അത് തടയാനുള്ളവരാ നമ്മള്. കൊടും ക്രൂരനായ അഷ്കറിനെ പോലീസ് തൊട്ടില്ല. പോലീസിന്റെ ഗുരുതര വീഴ്ച തന്നെയാണ് ഈ ക്രിമിനലിനെ എന്തും ചെയ്യാനുള്ള ധൈര്യം നൽകിയത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അതായത് ഈ അഷ്കറിന്റെ ആദ്യ ഭാര്യയെ അതിഭീകരമായി മർദ്ദിച്ച സമയത്ത് 1-2 തവണയല്ല വിനീത അവർ പോലീസിൽ പോയി പരാതി കൊടുത്തത്, 6 തവണയാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്നിട്ട് പോലീസിന് വിശ്വാസം വരാഞ്ഞ് ഒരു തവണ അവരെ നേരിട്ട് കൊണ്ടുപോയി. അവരുടെ ഒരു രൂപം എങ്ങനെയാണ് എന്ന് നമ്മുടെ എല്ലാം മുന്നിൽ ഉള്ളതുമാണ്. നിങ്ങൾ മനുഷ്യനോ മൃഗമോ എന്ത് കാരണം കൊണ്ടാലും ശരി, ഒരു പെൺകുട്ടിയോട് ഒരിക്കലും ഇത്രയും ക്രൂരത കാണിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടുമ്പോൾ ആ പരാതിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാവുകയാണ്. ഇത്ര മനുഷ്യത്വം ഇല്ലാണ്ട് എങ്ങനെ പെരുമാറാൻ കഴിയണു? പ്രത്യേകിച്ച് പാവപ്പെട്ട മനുഷ്യരുടെ പരാതികളെ ഗൗരവത്തോടെയല്ല പലപ്പോഴും നമ്മുടെ പോലീസ് കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു മര്യാദയൊക്കെ വേണ്ട സാറേ. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളകണ്ടട്ടാ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ഒരു പക്ഷേ ആമിനയുടെ പരാതി എന്ന് ഗൗരവത്തോടെ കേട്ട് അതിൽ FIR രജിസ്റ്റർ ചെയ്ത് അഷ്കറിനെ റിമാൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ഈ 1.5 വയസ്സുകാരനെ ഒരുപക്ഷെ രക്ഷിക്കാമായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം ചേട്ടാ, പറ്റേണ്ടതൊക്കെ പറ്റിയില്ലേ? എന്തുകൊണ്ട് അങ്ങനായി? നിന്റെയൊക്കെ കഴിവുകേട് കൊണ്ട്. ഇത്തരം അനുഭവങ്ങൾ നേരത്തെയും ഒരുപാട് സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പരാതികളിൽ ഫലപ്രദമായ നടപടിയെടുക്കുക എന്നുള്ളതാണ് ഒരു പോലീസിംഗിൽ ആദ്യം വേണ്ടത്. അതില്ലാതെ പോയി എന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നത്. മേലിൽ ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ ഉണ്ടാവില്ല. ഇപ്പോൾ അഷ്കറിന്റെ കേസിലേക്ക് വന്നാൽ ഇങ്ങനൊരു കുഞ്ഞിന്റെ കൊലപാതകം നടന്നതിന് ശേഷമാണ്, അത് അഷ്കറാണ് ചെയ്തത് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അഷ്കർ ചെയ്ത മറ്റു കാര്യങ്ങളെ കുറിച്ച് ഈ പുറം ലോകം അറിയുന്നത്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടും. ഇന്ന് വന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഒരുപാട് പേരിൽ നിന്ന് സ്വർണവും പണവും തട്ടിയതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. എന്റെ അമ്മേ എന്തൊരു വേദന. അവരൊക്കെ പല വിവാഹങ്ങളൊക്കെ കഴിച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനൊരു പരാതിക്ക് പോലും പോകുന്നില്ല എന്നുള്ളത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ഈ അഷ്കർ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ ഗുരുതര വീഴ്ചയെ തുടർന്നാണ് അതെല്ലാം ഇത്ര കാലം മൂടിവെക്കപ്പെടുകയും ചെയ്തത്. ശരി, മൂടി വെക്കുന്നത് എന്തിനാണ് പോലീസ് സംവിധാനങ്ങൾ എന്നതാണ്. അപ്പൊ അതിനകത്ത് എന്തോ വശപ്പിശകില്ലേ? ഉദ്യോഗസ്ഥർക്ക് എന്താണ് ഇതുകൊണ്ട് ലാഭം? ഇത്ര വലിയൊരു ക്രിമിനലിന്റെ ക്രൂരതകൾ മറച്ചു വെച്ചത് കൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. ഒരു യുവതിയുടെ ജീവിതമാണ് കോമയിലായി പോയത്. അവർ ഇപ്പോഴും റിക്കവർ ചെയ്തിട്ടില്ല. അവരുടെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. പോലീസ് സംവിധാനങ്ങൾ നിയമപാലനത്തിന് വേണ്ടിയുള്ളതല്ലേ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്.